ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. എങ്ങനെയാണ് ഈ ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറാക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം അതൊന്ന് കുക്കറിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നേർത്തതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിതെല്ലാം തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒരു ലെമൺ ജ്യൂസ്, ഒരു നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്കാണ് ഇനി നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത്യാവശ്യം ഓയിൽ വേണ്ടി വരും. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റോളം വെക്കുക. ഓൾറെഡി നമ്മളിത് കുക്ക് ചെയ്തിട്ടുള്ള ബീഫാണ്, അതുകൊണ്ട് ഒരുപാട് നേരം നമ്മളിതിൽ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതിൽ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ ഒന്ന് ജസ്റ്റ് ഈ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഹോട്ടലുകളിലൊക്കെ കിട്ടും ഇത്. അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.